നമസ്കാരം. പ്രധാന വാർത്തകൾ. പുൽപ്പള്ളിയിലെ കടുവയെ പിടികൂടാൻ നാളെ സ്പെഷ്യൽ ഓപ്പറേഷൻ. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെ പിടികൂടാൻ നാളെ സ്പെഷ്യൽ ഓപ്പറേഷൻ. കടുവ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കടുവയെ പിടികൂടാനുള്ള തീരുമാനം. മയക്കുവെടി ദൗത്യത്തിനും ആലോചനയുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ കൂടി സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനൊപ്പം ചേരും. കഴിഞ്ഞ ദിവസങ്ങളിലായി കടുവ 2 ഇടങ്ങളിൽ ആടുകളെ കൊന്നിരുന്നു. വനംവകുപ്പ് വെച്ച ക്യാമറ ട്രാപ്പിൽ ലഭ്യമായ കടുവയുടെ ചിത്രവും പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്ത് റെയിൽവേ മതിൽ ഇടിഞ്ഞു വീണ KSRTC കൗണ്ടർ തകർന്നു. തിരുവനന്തപുരം നഗരമധ്യത്തിൽ റെയിൽവേയുടെ മതിലിടിഞ്ഞു വീണ KSRTC കൗണ്ടർ തകർന്നു. ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. വഴിയാത്രക്കാർ അടക്കം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മതിൽ വീഴുമെന്ന ഭയത്തിലായിരുന്നുവെന്ന് KSRTC ജീവനക്കാർ പറഞ്ഞു. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് റെയിൽവേക്ക് നിരവധി തവണ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ യാതൊരു മറുപടിയും ഉണ്ടായില്ലെന്നും KSRTC ജീവനക്കാർ അറിയിച്ചു. കൊല്ലത്ത് KSRTC ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. കൊല്ലം ആയൂർ റോഡിൽ മീയണ്ണൂരിൽ 6:15 അപകടമുണ്ടായത്. കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മീയണ്ണൂരിലെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ മതിലിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. ഇടതുവശത്തുകൂടി പോകേണ്ട ബസ് നിയന്ത്രണം തെറ്റി വലതുവശം ചേർന്ന് മതിലിൽ ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരിൽ ഗർഭിണിയുമുണ്ട്. അപകടത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടി. വാഹനത്തിന് പഴക്ക കൂടുതലുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞു. 5 വർഷത്തിനിടെ 60 പേർ പീഡിപ്പിച്ചു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി 18കാരി. 5 പേർ പിടിയിൽ. പത്തനംതിട്ടയിലാണ് സംഭവം. 13 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. പരാതിയിൽ ഇലവുംതിട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും പ്രതികളാവും. കേസിൽ 5 പേർ അറസ്റ്റിലായെന്നാണ് വിവരം. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതായും പരാതിയിലുണ്ട്. 13 വയസ്സ് മുതൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ ഇത്രയേറെ പ്രതികൾ ഉൾപ്പെടുന്നത് അപൂർവമാണ്. പ്രാഥമിക അന്വേഷണത്തിൽ 62 പേരുണ്ടെന്നാണ് സൂചന. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും പ്രതികൾക്കെതിരെ കേസെടുത്തു. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പ്രതികൾ വെളിവാകാനാണ് സാധ്യതയെന്നും പോലീസ് പറഞ്ഞു. പുതിയ പാർട്ടി പ്രവേശം. PV അൻവറിന് MLA സ്ഥാനം നഷ്ടമാകും. പുതിയ പാർട്ടി പ്രവേശം പ്രഖ്യാപിച്ചതോടെ PV അൻവറിന് MLA സ്ഥാനം നഷ്ടമാകാൻ സാധ്യത. സ്വതന്ത്ര MLA പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. പരാതി ലഭിച്ചാൽ സ്പീക്കർ പരിശോധിക്കും. പാർട്ടിയിൽ ചേർന്നുവെന്ന് സ്പീക്കർക്ക് ബോധ്യപ്പെട്ടാൽ നടപടി ഉറപ്പാണ്. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിലാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്ററായിട്ടാണ് ചുമതല. നിയമതടസ്സമുള്ളതുകൊണ്ട് TMC അംഗത്വം എടുത്തിട്ടില്ലെന്ന് അൻവർ പറഞ്ഞു. UDF പോകുമെന്ന തരത്തിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് കളം മാറ്റം.